എടാ നീ വണ്ടി എടുത്തല്ലേ വലിയ ചെലവുണ്ടോ ഭയങ്കര ചെലവ് വണ്ടി താടിയൊക്കെ ഷേപ്പ് ചെയ്താ ഒരു ഓഫീസിന് രണ്ടു പോകും. A little longer than a few minutes later. രാവിലെ ഒരു എക്സാം ഉണ്ട്, അതുകൊണ്ട് ഇൻട്രോ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഇപ്പൊ തന്നെ 6:55 7 മണിക്കാണ് എക്സാമിന് കയറട്ട. അപ്പം അതുകൊണ്ട് പൊക്കോണ്ടിരിക്കുക. അങ്ങനെ എക്സാമിനുള്ള സ്കൂൾ എത്തിയിരിക്കുക. എന്നാലും പെട്ടെന്ന് ചെല്ലട്ടെ, 7 മണി ആവറായി കാണും. 2 hours later. അങ്ങനെ നമ്മുടെ എക്സാം കഴിഞ്ഞിരിക്കുക. നമ്മുടെ അസീമിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. കോളേജില്ലേ ബ്രോ? എന്തുകൊണ്ട് പോണം. എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നീ നേരെ ബസ് സ്റ്റോപ്പിൽ പോണം. സോറി, ആള് മാറിപ്പോയി. 5 minutes later. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജോട് വന്നിരിക്കുകയാണ്. നീ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പോയി നല്ല രാവിലെ ഒന്നും കഴിച്ചില്ല, എന്തെങ്കിലും ഒന്ന് തിന്നണം. ഇനി അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതാണ്. Much later. നീ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാ? ഡ്രൈവർ ആദ്യം എന്നെ കൊണ്ടാക്കുക, എന്നിട്ട് രണ്ടാമത് സോപ്പി ചേച്ചി പിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇവിടെ ഒബാമയിൽ വന്നിരിക്കുക. ഫുഡടിക്കാം. ഏത് വേണം? ഇവിടെ ആദ്യമായിട്ടാണോ? നമ്മളവിടെ ഫുഡ് കഴിക്കാൻ ആദ്യമായിട്ടല്ലേ വരുന്നത്? അല്ലാതാ? നീ എന്താ മിണ്ടായിരിക്കുന്നത്? വൃത്തിക്കൊക്കെ ഇങ്ങനെ ആണോ വ്ളോഗ്? എടാ ഞാൻ ഇന്ന് തൊട്ടാടാ ഈ വ്ളോഗ് തുടങ്ങി. പോസ്റ്റ് ചെയ്യുമെന്ന് ആലോചിക്കണം. അത് നമ്മൾ പോയി കണ്ടു നോക്കുന്നെങ്കിൽ രണ്ടുപേരും മിണ്ടാതെങ്കിൽ ഇരിക്കുക. രണ്ടുപേരും ഇൻട്രോവേർട്ടായിട്ട് ഇരിക്കുക. അടുത്ത തവണ വരുമ്പം വേറെ വല്ലതും ട്രൈ ചെയ്യാം. എന്തുവാ ലൈറ്റായിട്ട് പറഞ്ഞു? അതെ അതെ, പുതിയ കടയൊക്കെയാണ്, ട്രൈ ചെയ്ത് നോക്കാന്നും പറഞ്ഞ് വന്നതാണ്. താടിയൊക്കെ ഷേപ്പ് ചെയ്താ വൃത്തി. ഒത്തിരി അച്ചാറ്, എത്ര ഐറ്റംസ് ഉണ്ട്. ഡ്രിങ്ക്സ് വല്ലതും പറയണോ വൃത്തിയെ? അത് ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും വിസ്മയുടെ ചെലവാണല്ലോ റോഡ് തുടങ്ങിയത്. ഇപ്പൊ അങ്ങനെ അല്ല, വൃത്തി വണ്ടി എടുത്തതിന്റെ അല്ലവാ അല്ലേ? നമുക്കൊരു റോയൽ ഫെലൂടെയൊക്കെ പറയട്ടെ. എടാ നീ വണ്ടി എടുത്തതിന്റെ അല്ലവില്ലേ? ചെലവുണ്ടോ ഭയങ്കര ചെലവ്. വണ്ടി വണ്ടി എടുത്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വർക്ക്ഷോപ്പിലായി. വണ്ടി എടുത്തിട്ട് 3 ദിവസം വണ്ടി ഓടിച്ചു, ബാക്കി എല്ലാ ദിവസം വണ്ടി വർക്ക്ഷോപ്പിലായി. കൊള്ളാടാ. സോപ്പ് ചേച്ചിയുടെ എന്താ ചെലവുണ്ടെന്ന് പറയുന്നത്? അടുത്ത ആഴ്ച ചേട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ചെലവ്. മറ്റേ ഇല്ല സാധനം ഉണ്ടല്ലോ, മറ്റെന്ത് എന്നെ പേര്, മറ്റേ ആ സാധനം. സോപ്പി ചേച്ചി അതുമായിട്ടൊരു വരവുണ്ടല്ലേ? പിന്നെ ഒരാഴ്ച ലീവ് പിന്നെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ലീവാ. അങ്ങനെ നൂഡിൽസ് വന്നിരിക്കുകയാണ്. വൃത്തി കൊടുക്കണം. സോപ്പി ചേച്ചികൾ എത്ര കൊടുക്കും? വൃത്തിയെ കഴിച്ചു നോക്കിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. നൂഡിൽസ് കഴിക്കുന്ന സാധനം ഇതുകൊണ്ടാണ് നമ്മൾ നൂഡിൽസ് കഴിക്കുന്നത്. എങ്ങനെ ഇരിക്കണം? എങ്ങനെയുണ്ട്? കൊള്ളാവോ?
സോസിന് ടേസ്റ്റ് ഇച്ചിരി ഓവറാണ്. രണ്ടിന്റെയും ബിരിയാണിന്ന് ഇത്തിരി ഇങ്ങോട്ട് ഇട്ടോണം. അതൊക്കെ ഒരു ശകലം മതി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സോസിന് ടേസ്റ്റ് ഇച്ചിരി ഇത് തന്നെ കൂടുതലാണെന്ന് തോന്നുന്നു. സോസിന് ടേസ്റ്റ്. അപ്പൊ പിന്നെ കഴിച്ചിട്ട് വന്ന് ബാക്കി വ്ലോഗ് എടുക്കാം. ഇപ്പോൾ ഇന്നത്തെ ഫുഡടി പരിപാടി തീർന്നിരിക്കുകയാണ്. അപ്പോൾ സോഫി ചേച്ചി കൈയും കഴുകി എല്ലാം റെഡിയായി, പോകാൻ റെഡി ആയിരിക്കുക. പ്രത്യേക ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. നൂഡിൽസോ? നൂഡിൽസും കൊള്ളാം. സോഫി ചേച്ചി ആണോ? അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വെളിയിലോട്ട്. ഞാൻ പോകുന്നു. ബൈ ബൈ.